മൂവാറ്റുപുഴ ഐസെക്സ് മറിയ തിയേറ്റർ. അപ്പോൾ റെനോവേഷന് ശേഷം തിയേറ്റർ തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തിയേറ്ററിനെ പറ്റിയിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും തിയേറ്റർ പ്രൊജക്ഷന്റെ കാര്യത്തിലാണെങ്കിലും സൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 4K പ്രൊജക്ഷൻ ആണ്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും തിയേറ്ററിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേയധികം പോസിറ്റീവ്സ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് തന്നെ ഒരു 2-3 നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടിക്കറ്റ് ചാർജ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് വന്നത് 200 രൂപയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ കൺവീനിയൻസ് ഫീയും കൂടെ 15 രൂപ കൂടെ ചേർത്ത് മൊത്തം 215 രൂപ മിനിമം മുടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മൂവാറ്റുപുഴ പോലൊരു സ്ഥലത്ത് ഇത്രയും അധികം ടിക്കറ്റ് ചാർജ് വാങ്ങുന്നതിന് എതിരെ ഒരുപാട് ആൾക്കാർ അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴിയൊക്കെ ഒരുപാട് കൺസേൺ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ടോ? തിയേറ്ററിൽ ടിക്കറ്റ് ചാർജ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടോ? യെസ്, അങ്ങനെ തിയേറ്ററിൽ ടിക്കറ്റ് ചാർജ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് കാറ്റഗറി ഉണ്ട്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, അങ്ങനെ VIP എന്നൊക്കെ പറഞ്ഞിട്ട് 4 കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഈ സിൽവർ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രണ്ട് റോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം റോ ഉണ്ട്, 2 സ്ക്രീൻ ഉണ്ടല്ലോ. അപ്പം ആ ഫ്രണ്ട് റോയിൽ, അതായത് ഈ സിൽവർ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ ടിക്കറ്റ് ചാർജ് ഇപ്പോൾ അവർ കുറച്ചിട്ടുണ്ട്. ഫ്രണ്ട് റോ എന്ന് പറഞ്ഞാൽ ഒറ്റ റോ മാത്രമല്ല കേട്ടോ, 3-4 റോ ഉണ്ട്. അപ്പോൾ ആ ഒരു റോയിൽ ടിക്കറ്റ് ചാർജ്, നിലവിലെ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 180 രൂപ ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം പഴയ ചാർജ് തന്നെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 180, അതിൽ തൊട്ട് പുറകെ വരുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ 230 ആണ്. പക്ഷേ ഇപ്പോഴും ഒരു കൺസേൺ ഉള്ളത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സീറ്റ് കംഫർട്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മാനേജ്മെന്റിന് സീറ്റിന്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് പിഴച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുഷൻ സപ്പോർട്ട് കുറവുള്ള സീറ്റാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് വളരെ ഇങ്ങനെ സുഖിച്ചിരിക്കുന്ന ഒരു സോഫ സീറ്റൊക്കെയാണ് സോഫ സീറ്റ് കൊടുത്തിട്ട് അവർ 200 250 മേടിച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. കാര്യം സോഫ സീറ്റിൽ നമ്മൾ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ 200 രൂപയ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട്. അവിടെ ഒന്നും അവർക്ക് കംപ്ലൈൻറ്റ് ഇല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിന് അത്രയും കുഷനിങ്ങും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് അത്രയും സുഖം നമുക്ക് തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണമല്ലോ. പക്ഷേ ഇവിടെ പറ്റിയൊരു പറ്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിന്റെ കുഷൻ സപ്പോർട്ട് ഭയങ്കര കുറവായിരുന്നു. പല ആൾക്കാരും പറയുന്നത് മരത്തടി പോലൊക്കെയാണെന്നാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് ഓരോ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടിക്കറ്റ് ചാർജിലും ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട്. അതായത് 180, പിന്നെ തൊട്ട് പുറകെയുള്ള 230 എന്നൊക്കെ പറയുമ്പോൾ 50 രൂപയുടെ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോഴും കിട്ടുന്നത് ഇതേ സീറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ ഇത്രയും പെട്ടെന്ന് തന്നെ 20 രൂപ കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ 230 രൂപയുടെ ആ ഒരു ചാർജും ഒന്ന് കുറച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാറ്റുപുഴയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ 4K RGB ലേസർ പ്രൊജക്ഷൻ, ഡോൾബി അറ്റ്മോസ് ഉണ്ട്. അവിടെ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് 160 രൂപയാണ്. അപ്പോൾ ആ ഒരു കൺസേൺ ഉള്ള സ്ഥിതിക്ക് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോക്കി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാൻ ബേസ് കൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 200 രൂപ ആയിരുന്ന സമയത്തും ഇപ്പോൾ ഈ 180 ആക്കിയ സമയത്തും ഒക്കെ തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുക്കിംഗ് പോകുന്നുണ്ട് കേട്ടോ. അത് മുടക്കി കാണാനും ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷു പീക്ക് ടൈമാണ്, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലീസ് ഒരുപാട് കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയാണ്, നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉണ്ടായ ഒരു ഹൈപ്പ് ഇനി അങ്ങോട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്കിംഗ് ഡേയ്സിൽ ഒരു മൺഡേ ടു തേഴ്സ്ഡേ വരെയെങ്കിലും ടിക്കറ്റ് ചാർജ് ഒന്ന് കുറച്ചിട്ട് ബാക്കി വീക്കെൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ ഈ 180 തന്നെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പൈസ കൺസേൺ ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ വന്ന് സിനിമ കാണാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലുള്ള ആ ഒരു എമൗണ്ട് കൂടി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമായിരിക്കും തോന്നുന്നു. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഈ ഒരു പരാതി അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.